നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നത് കറണ്ട് അഫയേഴ്സ് അഥവാ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. 2024 ജാനുവരി മാസത്തിലെ സുപ്രധാനമായ കറണ്ട് അഫയേഴ്സ് കണ്ടൻറ്റുകളാണ് ഇവിടെ ഇന്ന് നോക്കുന്നത്. അതിലാദ്യമായി നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ്. പ്രതിമയുടെ ഉയരം 206 അടിയാണ്. 206 അടി ഉയരമുള്ള പ്രതിമ, ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രതിമ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെ മേരി ലാൻഡിലാണ്. ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെ മേരി ലാൻഡിലാണ്. ഇനി നമുക്ക് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്ന് നോക്കാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറിയിരിക്കുന്നത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര സ്ഥിതി ചെയ്യുന്നത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയും കൊല്ലം ജില്ലയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയും കൊല്ലം ജില്ലയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതിയുടെ പേരാണ് സംവാദ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള പദ്ധതിയാണ് സംവാദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംവാദ പദ്ധതി എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിച്ചിരിക്കുന്നതിനുള്ള അവസരം നൽകിയിരിക്കുന്നത്. സംവാദ പദ്ധതിയിൽ ഹൈക്കോടതി സന്ദർശിക്കുവാനായിട്ട് അനുവാദം ലഭിച്ചിരിക്കുന്നത് 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ്. 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളന വേദിയായി തിരഞ്ഞെടുക്കുന്നത് ദാവോസ് ആണ്. 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക വേദിയായി സമ്മേളന വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദാവോസ് ആണ്. സ്വിറ്റ്സർലൻഡിലാണ് ദാവോസ് സ്ഥിതി ചെയ്യുന്നത്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ ആസ്ഥാന മന്ദിരം അല്ലെങ്കിൽ സ്ഥിരം വേദി കൂടിയാണ് ദാവോസ്. ഇത് സ്വിറ്റ്സർലൻഡിലാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയായ ദാവോസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരൻ്റെ പേരാണ് സുരേന്ദ്രൻ നായർ. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ. 2022 പുരസ്കാരമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേരാണ് കതിരവൻ. അയ്യൻകാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേരാണ് കതിരവൻ എന്നത്. ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ്. സംവിധാനം ചെയ്യുന്നത് അരുൺ രാജനാണ്. അരുൺ രാജൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേരാണ് കതിരവൻ. ഇത് അയ്യൻകാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ്. ഇതിൽ നായകനായി അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ്. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയാണ് കുമാരനാശാൻ. 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവിയുടെ പേരാണ് കുമാരനാശാൻ. 2024 ജനുവരി 16 ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ചായിരുന്നു കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരണപ്പെട്ടതിൻ്റെ 100ാമത് വാർഷികം ആചരിക്കുന്നത്. അപ്പോൾ കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരണപ്പെട്ടത് 1924 ആയിരുന്നു. അപ്പോൾ 1924 കുമാരനാശാൻ പല്ലനയാറ്റിൽ ബോട്ടപകടത്തിൽ മരണപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിലാണ് പല്ലനയാർ. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ലോകത്തിൽ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. സോളാർ എന്നത് സൂര്യ ഊർജ്ജത്തിൽ നിന്നും, വിൻഡ് എന്ന് പറയുന്നത് കാറ്റിൽ നിന്നുമുള്ള ഊർജ്ജ ഉൽപ്പാദനമാണ്. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്.
ജാർസുഗുഡ താപവൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരമായി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഒഡീഷ സംസ്ഥാനമാണ്. ജാർസുഗുഡ അല്ലെങ്കിൽ ജാദുഗുഡ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പോൾ ജാദുഗുഡ അല്ലെങ്കിൽ ജാർസുഗുഡ താപ വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഒഡീഷ സംസ്ഥാനം. ഒഡീഷ സംസ്ഥാനത്തെ താപ വൈദ്യുത പദ്ധതിയുടെ പേരാണ് ജാർസുഗുഡ അല്ലെങ്കിൽ ജാർസുഗുഡ അതല്ലെങ്കിൽ ജാദുഗുഡ എന്ന് പറയുന്നത്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന് വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷം ആണ്. സാമ്പത്തിക വർഷമെന്ന് പൊതുവെ നമ്മൾ പറയുന്നത് ഒരു വർഷത്തെ രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. 23-24 എന്ന് പേരിട്ട് പറയുമ്പോൾ ആ ഒരു കാലഘട്ടമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സാമ്പത്തിക വർഷമെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങിൻ്റെ പേരാണ് കുഫ്രി ഉദയ് എന്നാണ് പറയുന്നത്. ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ച നല്ല ഇനം സങ്കര ഇനം ഉരുളക്കിഴങ്ങിൻ്റെ പേരാണ് കുഫ്രി ഉദയ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് കുഫ്രി ഉദയ് എന്ന് പറയുന്നത് ഒരു സങ്കര ഇനം ഉരുളക്കിഴങ്ങാണെന്നും ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ ആണെന്നും ഇത് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിൽ ആണെന്നും ഈ പറയുന്ന പൊട്ടറ്റോ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഒരു ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവായി നിശ്ചയിച്ചിരിക്കുന്നത് PN ഗോപികൃഷ്ണൻ എന്ന വ്യക്തിയാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവിൻ്റെ പേരാണ് PN ഗോപികൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ കവിതയുടെ പേരാണ് കവിത മാംസഭോജിയാണ് എന്നതാണ് കവിതയുടെ പേര്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ശ്രീ PN ഗോപികൃഷ്ണന് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം ഏത് എന്നതാണ് ചോദ്യം. 2023 AFC ഏഷ്യൻ ഫുട്ബോൾ കപ്പിന് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന രാജ്യമാണ് ഖത്തർ. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യമാണ് ഖത്തർ. ഖത്തറാണ് 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം. സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ്റെ പേരാണ് PR കുമാരകേരളവർമ്മ. കേരള സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് PR കുമാരകേരളവർമ്മ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ. കൊല്ലത്തായിരുന്നു 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ. ഈ കലോത്സവം നടന്നത് കൊല്ലം ജില്ലയിലാണ്. 2ാം സ്ഥാനം നേടിയത് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് 2ാം സ്ഥാനവും പാലക്കാടിന് 3ാം സ്ഥാനവുമായിരുന്നു ലഭിച്ചിരുന്നത്. അപ്പോൾ 2ാം സ്ഥാനം കോഴിക്കോടിനും 3ാം സ്ഥാനം പാലക്കാടിനുമായിരുന്നു ലഭിച്ചത്. ഇന്ത്യയിലാദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലാദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലാദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാവുന്നത് ഉഗാണ്ടയാണ്. 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഉഗാണ്ടയാണ്. ഉഗാണ്ടയാണ് 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് ചേരിചേര സമ്മേളനം നടക്കുന്നത്. ചേരിചേര സമ്മേളനം എന്ന് പറഞ്ഞാൽ നോൺ അലയൻസ് മൂവ്മെൻറ്റ് എന്നതാണ്. 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാവുന്ന രാജ്യമാണ് ഉഗാണ്ട. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. പെഞ്ച് കടുവ റിസർവ് അല്ലെങ്കിൽ പെഞ്ച് ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം എന്ന് പറയുന്നത് ലഡാക്ക് ഹാൻലെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് അത് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലഡാക്കിലെ ഹാൻലെ എന്ന സ്ഥലമാണ്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്ക് എതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി എന്നാണ് പറയുന്നത്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്ക് എതിരായി ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തിയാണ്.
ഓപ്പറേഷൻ സർവശക്തി എന്നത് ഇന്ത്യൻ കരസേനയുടെ ഒരു ഓപ്പറേഷനാണെന്നും ഇത് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരായിട്ട് ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഐറ്റാന ബോൺമതിയാണ്. സ്പെയിൻകാരിയായ ഐറ്റാന ബോൺമതിയാണ് 2023 ഫിഫയുടെ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയുടെ പേരാണ് കേര എന്നാണ് ഈ പദ്ധതിയുടെ പേര്. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര പദ്ധതി. ഇന്ദ്രൻസ് എഴുതിയ ഒരു ആത്മകഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ് എന്നാണ്. ഇന്ദ്രൻസ് എഴുതിയ ആത്മകഥയുടെ പേര് ഇന്ദ്രധനുസ് എന്നാണ്. ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയത് മലയാള ചലച്ചിത്ര നടനായ ഇന്ദ്രൻസ് ആണ്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയായി വീണ്ടും കുവൈറ്റി ദിനാർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കുവൈറ്റി ദിനാറാണ്. 2ാം സ്ഥാനത്ത് ബഹ്റിൻ ദിനാറും 3ാം സ്ഥാനത്ത് ഒമാനി റിയാലുമാണ് നിലനിൽക്കുന്നത്. ഫോബ്സ് മാഗസിനാണ് ഏറ്റവും മൂല്യമേറിയ കറൻസിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് കുവൈറ്റി ദിനാറും 2ാം സ്ഥാനത്ത് ബഹ്റിൻ ദിനാറും 3ാം സ്ഥാനത്ത് ഒമാനി റിയാലുമാണ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് DC കണക്ട്. DC എന്നാൽ ഡിസ്ട്രിക്റ്റ് കളക്ടർ എന്നാണ് ചുരുക്കമായിട്ട് പറയുന്നത്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് DC കണക്ട് എന്ന പദ്ധതി. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദിയാകുന്നത് കൊച്ചിയാണ്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദിയാകുന്ന നഗരമാണ് കൊച്ചി. കൊച്ചിയിലാണ് 2024 കേരള പ്ലാന്റേഷൻ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് ഈ കേരള പ്ലാന്റേഷൻ എക്സ്പോയ്ക്ക് വേദിയായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ തെരുവ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ തെരുവാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ പ്രസാദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ പ്രസാദം. ഇന്ത്യയിൽ നടക്കുന്ന എയറോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദിയാകുന്നത് ഇടുക്കിയിലെ വാഗമണാണ്. ഇന്ത്യയിൽ നടക്കുന്ന എയറോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദിയാകുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമണാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്ന നഗരമാണ് റഷ്യ അല്ലെങ്കിൽ രാജ്യമാണ് റഷ്യ. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് റഷ്യ. റഷ്യയിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടത്തപ്പെടുന്നത്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏത് രാജ്യത്തെ മാതൃകയാക്കിയുള്ളതാണ്? ചൈനയിൽ ഉള്ള കണ്ണാടിപ്പാലത്തിൻ്റെ മാതൃകയിലാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ കണ്ണാടിപ്പാലം നിർമ്മിക്കുന്നത്. അപ്പോൾ കണ്ണാടിപ്പാലം നിലവിൽ വരുന്നത് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. കുമാരനാശാൻ്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ഒരു ചലച്ചിത്രമുണ്ട്. ആ ചലച്ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നാണ് ചലച്ചിത്രം. കുമാരനാശാൻ്റെ 100ാമത് ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച മലയാള ചലച്ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ 150ാമത് വാർഷികമാണ് ആചരിച്ചത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ 150ാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. 1874 ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ 150ാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. കാലാവസ്ഥാ വകുപ്പ് 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമായാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഇതിൻ്റെ നിയമനിർമ്മാണം നടന്നത് 1874 ആയിരുന്നു. 1874 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്.
2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80ാമത് സ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിമത്തായ പാസ്പോർട്ടുകൾ ഏത് എന്ന് തിരഞ്ഞെടുക്കുന്ന ഇൻഡെക്സാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 80ാം സ്ഥാനത്താണ്. പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങളാണ് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഫിൻലൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ. 2ാം സ്ഥാനത്തുള്ള രാജ്യങ്ങളാണ് ഫിൻലൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് 2ാം സ്ഥാനത്തുള്ളത്. നെതർലൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് റിലനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ പേരാണ് ആർ പ്രജ്ഞാനന്ദ. നെതർലൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായിട്ടുള്ള ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ പേരാണ് ആർ പ്രജ്ഞാനന്ദയാണ് പരാജയപ്പെടുത്തിയത്. ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യൻ ചെസ് റാങ്കിങ്ങിൽ 1ാമതെത്തിയതും പ്രജ്ഞാനന്ദ തന്നെയാണ്. അടുത്ത ചോദ്യമാണ് 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് എന്നുള്ളത്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിലാണ് 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു. അടൽ സേതു സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ ട്രാൻസ് ഹാർബർ ലിങ്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു. ഇത് സ്ഥിതി ചെയ്യുന്നത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിലാണ്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീനയാണ് തുടർച്ചയായി 4ാം തവണയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്തിലെ സൂററ്റാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്തിലെ സൂററ്റും 2ാമതായി മധ്യപ്രദേശിലെ ഇൻഡോറുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് 7ാം തവണയാണ് ഇൻഡോർ 1ാം സ്ഥാനം നേടുന്നത്. അപ്പോൾ ആദ്യത്തെ സംസ്ഥാനങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ സൂററ്റും ഇൻഡോറുമാണ് ആദ്യത്തെ സംസ്ഥാനങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് 7ാം തവണയാണ് ഇൻഡോർ 1ാം സ്ഥാനം നേടുന്നത്. സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയും കേരളം 22ാം സ്ഥാനത്തുമാണുള്ളത്. സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും കേരളം 22ാം സ്ഥാനത്തുമാണ് നിലനിൽക്കുന്നത്. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു 2023. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമാണ് 2023. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമായിരുന്നു പൂവ്. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമായിരുന്നു പൂവ്. അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നാണ് പൂവ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നാണ് പൂവ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ്റെ പേരാണ് PK വീരമണി ദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ്റെ പേരാണ് PK വീരമണി ദാസൻ എന്നത്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാവുന്നത് വെസ്റ്റ് ഇൻഡീസും USA-യുമാണ്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാവുന്നത് വെസ്റ്റ് ഇൻഡീസും USA-യുമാണ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്തുള്ളത്. റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഇത് കോട്ടയം ജില്ലയിലാണ്. റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാവുന്ന നഗരമാണ് ദക്ഷിണാഫ്രിക്ക. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലാണ് 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുന്നത്.
മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. മുപ്പത്തിയാറാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ലയാണ് കാസർഗോഡ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയുടെ പേരാണ് ശ്വേത കെ സുഗതൻ. ഇവരൊരു മലയാളി IPS ഉദ്യോഗസ്ഥയാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യത്തെ വനിതയായി മലയാളിയായ IPS ഓഫീസർ ശ്വേത കെ സുഗതൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തേത് അമേരിക്കയാണ്. 2ാം സ്ഥാനത്ത് ചൈനയുമാണ്. ചൈനയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയും 2ാമത് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയുമാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ അരവിന്ദ് പനഗാരിയ. ഡോക്ടർ അരവിന്ദ് പനഗാരിയയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദിയാണ് കൊല്ലം. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ നടന്ന സ്കൂൾ കലോത്സവ വേദിയിൽ കണ്ണൂരാണ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ഉത്സവം. ഉത്സവം എന്ന പേരിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് അറിയപ്പെടുന്നത്. കെ സ്മാർട്ട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. കെ സ്മാർട്ട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് കെ സ്മാർട്ട് എന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ എന്നത്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയുടെ പേരാണ് കുഫോസ്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതയായത് നാദിയ കാൽവിനോ ആണ്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതയായത് നാദിയ കാൽവിനോ ആണ്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റാകുന്ന ആദ്യത്തെ വനിതയാണ് നാദിയ കാൽവിനോ. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതയായത് നാദിയ കാൽവിനോയാണ്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റാകുന്ന ആദ്യത്തെ വനിതയാണ് നാദിയ കാൽവിനോ. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് KSRTC ആരംഭിച്ച പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൽ ദേവിക്ക്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശീതൽ ദേവിക്കാണ്. ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ശീതൽ ദേവി. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസനാണ്. ഇത് അദ്ദേഹത്തിൻ്റെ 5ാമത്തെ കിരീടമാണ്. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസനാണ്. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ കിരീടമാണത്. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയ വ്യക്തിയുടെ പേരാണ് അനസ്താസിയ ബോട്ട്നറുക്ക് എന്നാണ് അവരുടെ പേര്. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് അനസ്തേസിയ ബോട്ട്നറുക്ക് ആണ്. ഇവർ റഷ്യൻ വംശജയാണ്. ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യത്തിൻ്റെ പേരാണ് സ്ലിം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. അയോധ്യ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ്.
നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് മെഡ് ടെക് മിത്ര എന്നത്. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് മെഡ് ടെക് മിത്ര എന്നാണ് അറിയപ്പെടുന്നത്. മെഡ് ടെക് മിത്ര. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വി.എസ്. അച്യുതാനന്ദൻ. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് വി.എസ്. അച്യുതാനന്ദൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. പാലക്കാട്, കോഴിക്കോട് ജില്ലയിലെ കക്കോടി ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെ എന്നതാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത്. ഏത് സംസ്ഥാനമാണ് പൊയ്ല ബൊയ്സാഖിനെ സംസ്ഥാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത്? പൊയ്ല ബൊയ്സാഖിനെ സംസ്ഥാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത് പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനമാണ്. പശ്ചിമ ബംഗാൾ സംസ്ഥാനമാണ് പൊയ്ല ബൊയ്സാഖിനെ സംസ്ഥാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. ഗുജറാത്തിലാണ് ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപായ ബെറ്റിലാണ് ഈ പദ്ധതി തയ്യാറെടുക്കുന്നത്. ബെറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് അന്തർവാഹിനി ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗുജറാത്തിലാണ് ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആലപ്പുഴ. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് ആലപ്പുഴ വേദിയാവുന്നത്. പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യമാണ് ഉത്തര കൊറിയ. പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യമാണ് ഉത്തര കൊറിയ എന്നത്. 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. 42-ാം സ്ഥാനമാണ്. 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. 42-ാം സ്ഥാനം. നിഹാൽ സരീന് 43-ാം സ്ഥാനമാണുള്ളത്. SL നാരായണൻ 42-ാം സ്ഥാനവും നിഹാൽ സരീൻ 43-ാം സ്ഥാനവുമാണ് ഉള്ളത്. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഉച്ചകോടിക്ക് വേദിയാവുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചിയാണ്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നിയമിതയായ ബോളിവുഡ് അഭിനേതാവിൻ്റെ പേരാണ് ദീപിക പദുക്കോണാണ്. ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് അഭിനേത്രിയുടെ പേരാണ് ദീപിക പദുക്കോൺ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് S. ശ്രീകലയാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് S. ശ്രീകലയാണ്. ബോർഡിൽ നിന്ന് തന്നെ ഈ പദവിയിൽ എത്തുന്ന ആദ്യ വനിതയാണ് S. ശ്രീകല. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായിട്ടാണ് S. ശ്രീകല തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാവുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്.
അമ്പലവയൽ എന്ന സ്ഥലത്താണ് ഇത് നടത്തപ്പെടുന്നത്. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാവുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഇത് നടത്തപ്പെടുന്നത്. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളമാണ്. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സ് മീറ്റിൽ കിരീടം നേടിയത് കേരളമാണ്. 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 3ാം സ്ഥാനത്ത് ഹരിയാനയുമാണ്. ഇത് നടന്നത് മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ്. മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളവും 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 3ാം സ്ഥാനത്ത് ഹരിയാന എന്ന സംസ്ഥാനവുമാണ്. ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് തെലങ്കാന. ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനത്തിൻ്റെ പേരാണ് തെലങ്കാന സംസ്ഥാനമാണ് പ്രജാപാലന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. പി. വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം ഈ അടുത്തയിടെ അന്തരിച്ചു. അവരുടെ പേരായിരുന്നു കുറുമാട്ടി. പി. വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമായിരുന്നു കുറുമാട്ടി അടുത്തിടെ അന്തരിച്ചു. അങ്ങനെയാണിത് വാർത്താ പ്രാധാന്യം നേടിയത്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജിയാണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജിയാണ്. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് കവിയും ചിത്രകാരനും വാഗ്മിയുമായ ജിതേഷ് ജി. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് കവിയും ചിത്രകാരനും വാഗ്മിയുമായ ജിതേഷ് ജി. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേരാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി ലാക്കി. മൗണ്ട് ലെവോട്ടോബി ലാക്കി ലാക്കി പ്രശസ്തി നേടിയത് 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ്. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രിയുടെ പേരാണ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രിയുടെ പേരാണ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈ. കുട്ടികളിലെ രക്ത അർബുദ ചികിത്സയ്ക്കായി കഴിക്കാവുന്ന രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ആദ്യ കീമോതെറാപ്പി മരുന്നാണ് ഇത്. കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി കഴിക്കാവുന്ന രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ആദ്യ കീമോതെറാപ്പി മരുന്നാണ് ഇത്. ഈ മരുന്നിൻ്റെ പേരാണ് പ്രിവോൾ എന്നതാണ് മരുന്നിൻ്റെ പേര്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വന്നത് എവിടെ എന്നതാണ് അടുത്ത ചോദ്യം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വന്നത് ആഴാക്കുളമാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആഴാക്കുളത്താണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വന്നത്. സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് 2023 ഡിസംബർ 30-നാണ്. സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് 2023 ഡിസംബർ 30-നാണ്. അമൃത് ഭാരത് എക്സ്പ്രസ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് വന്ദേ സാധാരൺ എന്നായിരുന്നു. അമൃത് ഭാരത് എക്സ്പ്രസ് മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് വന്ദേ സാധാരൺ എന്നായിരുന്നു. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നോബൽ സമ്മാന ജേതാവിൻ്റെ പേരാണ് മുഹമ്മദ് യൂനസ്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവിൻ്റെ പേരാണ് മുഹമ്മദ് യൂനസ്. 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീണ ബാങ്കിൻ്റെ സ്ഥാപകനുമായിരുന്നു മുഹമ്മദ് യൂനസ്. അടുത്ത ചോദ്യം. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 1930. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 അഥവാ 1930 എന്നത്. സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്നവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്.
2023 ഡിസംബറിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തെലങ്കാന. തെലങ്കാന സംസ്ഥാനമാണ് 2023 ഡിസംബർ മുതൽ ഓരോ ജില്ലകളുടെയും രക്ഷാധികാരി എന്ന ചുമതല മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GSAT-20. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GSAT-20 എന്ന പേരിൽ അറിയപ്പെടുന്നത്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരാണ് ചലോ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരാണ് ചലോ ആപ്പ്. ചലോ ആപ്പ് എവിടെ ഉപയോഗിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് KSRTC. അത് ഡിജിറ്റൽ പേയ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ചലോ ആപ്പ് എന്നത്. ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ജാനുവരി 4. ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത് ജാനുവരി 4. ബ്രെയിൽ ലിപിയുടെ ഉപജ്ഞാതാവിൻ്റെ പേരാണ് ലൂയിസ് ബ്രെയിൽ. ബ്രെയിൽ ലിപിയുടെ ഉപജ്ഞാതാവിൻ്റെ പേരാണ് ലൂയിസ് ബ്രെയിൽ. ലൂയിസ് ബ്രെയിലിൻ്റെ ജന്മദിനമായ ജനുവരി 4 ലോക ബ്രെയിൽ ദിനമായിട്ട് ആചരിക്കുന്നത്. സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയാണ് സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായ സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടാണ്. ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായ പ്രദേശം. രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് ആരംഭിച്ചിരിക്കുന്നത് കോട്ട എന്ന സ്ഥലത്താണ്. കോട്ടയിലാണ് രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് ആരംഭിച്ചിരിക്കുന്നത്. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറുടെ പേരാണ് ഹേമലത. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡറുടെ പേരാണ് ഹേമലത. ഹേമലതയാണ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ. അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പിയുടെ പേരാണ് അരുൺ യോഗി രാജ്. അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പിയുടെ പേരാണ് അരുൺ യോഗി രാജ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരാണ് എക്സ്പോസാറ്റ് എന്നത്. തമോഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ സ്റ്റാറുകളെക്കുറിച്ചും സൂപ്പർനോവകളെക്കുറിച്ചും പഠിക്കുന്നതിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ഇത്. സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവറത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവറത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവറത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അടുത്തയിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്ന സ്ഥലത്താണ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂളാണ് ഉത്തർപ്രദേശിലെ വൃന്ദാവൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ RV അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ RV അശോകൻ. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം. 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചാബിലെ ലവ്ലി സർവകലാശാലയാണ്. പഞ്ചാബിലെ ലവ്ലി യൂണിവേഴ്സിറ്റിയിലാണ് 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണ് കാരോഗ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി.
2024 ജനുവരിയിൽ ഹെങ് കൊടുങ്കാറ്റ് വീശിയ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡമാണ് UK. 2024 ജനുവരിയിൽ ഹെങ് കൊടുങ്കാറ്റ് വീശിയ രാജ്യമാണ് UK. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദിയാകുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി ആവുന്നത്. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യമാണ് സ്വീഡൻ. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൻ്റെ പേരാണ് സ്വീഡൻ. 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരി 3 ആചരിക്കപ്പെട്ടത്. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, ഇറാൻ, സൗദി അറേബ്യ, എത്യോപ്യ, UAE എന്നീ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ. ഈജിപ്റ്റ്, ഇറാൻ, സൗദി അറേബ്യ, എത്യോപ്യ, UAE എന്നീ രാജ്യങ്ങളാണ് 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ലയാണ് കണ്ണൂരിലെ മഞ്ചപ്പാലം എന്ന സ്ഥലം. കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലത്താണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല. പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ആഗോള കുടുംബദിനമായി ആചരിക്കുന്നത് ജനുവരി 1. ജനുവരി 1 ആഗോള കുടുംബദിനമായി ആചരിക്കുന്നത്. 2024 ആഗോള കുടുംബത്തിൻ്റെ പ്രമേയം ആയതെന്ന് ചോദിച്ചാൽ വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ്. 2024 ആഗോള കുടുംബത്തിൻ്റെ പ്രമേയം വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ്. വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഗ്ലോബൽ ഫാമിലി ഡേയുടെ ഈ 2024 പ്രമേയം. പുതുവത്സരം ആദ്യമെത്തുന്ന രാജ്യമേത് എന്നത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കിരിബാത്തി എന്ന് പറയുന്നത്. പുതുവത്സരം ആദ്യമെത്തുന്ന രാജ്യമാണ് പസഫിക്കിലെ ഒരു ചെറുദ്വീപ് രാഷ്ട്രം കൂടിയായ കിരിബാത്തി. പസഫിക്കിലെ ഒരു ചെറുദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയിലാണ് പുതുവർഷം ആദ്യം എത്തിച്ചേരുന്നത്. ബാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്